നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിന്റെ വേദിയിലാണ്. മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും ഒത്തുചേരുന്ന നവകേരള സദസ്സ് ഇന്ന് കൊല്ലത്താണുള്ളത്. ഇവിടെ വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പൗരപ്രമുഖരിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാറുണ്ട്. പ്രദീപ് സാറ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ PSC സംബന്ധിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളും കുട്ടികളുടെ ആശങ്കകളും ഒക്കെ നമ്മുടെ ചീഫ് മിനിസ്റ്ററോട്, മുഖ്യമന്ത്രിയോട് പങ്കുവെച്ചു. അദ്ദേഹം ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. പ്രദീപ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാറ് ഇന്ന് നമ്മുടെ ഈ വേദിയിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. പ്രദീപ് സാറേ, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണല്ലോ. അപ്പം തീർച്ചയായിട്ടും ഞാൻ 6 ഒരു നിർദ്ദേശങ്ങളായിരുന്നു വെച്ചിരുന്നത്. അതിൽ കുറച്ച് നമുക്ക് പറയാൻ കഴിഞ്ഞു, ബാക്കി നേരിട്ട് കൊടുക്കാനും കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ നിർദ്ദേശം ഞാൻ ഏജിൻ്റെയാണ് പറഞ്ഞത്. ഈ കൊറോണ കാരണം LDC, LGS, LPUP ഇങ്ങനെ പരീക്ഷക്കാർക്ക് കുറേയധികം ലക്ഷക്കണക്കിന് പേർക്ക് 10,000-ൽ ഒരു ജില്ലയിൽ തന്നെ എടുക്കുമ്പം 10,000-ന് മേളിൽ അങ്ങനെ എടുത്ത് ഒരു സംസ്ഥാനത്ത് മൊത്തം 1,00,000-ലധികം പേര് വയസ്സിൻ്റെ പ്രോബ്ലത്തിൽ LDC, LGS പരീക്ഷകളൊന്നും എഴുതാതെ പോയി, അപേക്ഷിക്കാൻ പറ്റാതെ പോയി. അതൊന്ന് മാറ്റി കൊടുക്കണം. 1-2 വയസ്സെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കണമെന്നൊരു നിർദ്ദേശം അഭ്യർത്ഥിച്ചായിരുന്നു. നേരിട്ട് പറഞ്ഞു. നേരിട്ട് പറയാം. അതുമാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും എല്ലാം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് വയസ്സ് നീട്ടിയിട്ടുണ്ടെന്നും ഉത്തരവിൽ ഞാനിങ്ങനെ പറഞ്ഞു. അത് സന്തോഷത്തോടെ അദ്ദേഹം കേൾക്കുകയും എല്ലാവരും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഈ യുവതി യുവാക്കൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു, PSC ഇഷ്ടപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് അതിന് വേണ്ട നടപടികൾ ഗ്രാമപഞ്ചായത്ത് തോറും സൗജന്യ PSC ക്ലാസുകൾ ഗവൺമെൻറ് നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശം നേരിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ വെച്ചിരുന്ന നിർദ്ദേശം പോലീസുകാരുടെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസുകാർ 30% വരെ എടുത്തിട്ടുള്ളൂ. അത് ഇനി 3 മാസമേ കാലാവധിയുള്ളൂ. അവർക്ക് ഒരു സാഹചര്യങ്ങൾ, വേക്കൻസി റിപ്പോർട്ട് ചെയ്ത്, അത് കൊറോണ ബാച്ചാണ്, അത് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് ഈ 3 മാസത്തിനുള്ളിൽ പരമാവധി ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം ഞാൻ വെച്ചു. 4-മത്തത്, പരീക്ഷയോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ തന്നെ സിലബസും പരീക്ഷാ ഡേറ്റും പ്രസിദ്ധീകരിക്കണം. പരീക്ഷാ ഡേറ്റും കൂടെ പ്രസിദ്ധീകരിച്ചാൽ കുട്ടികൾക്ക് വാശിയോടുകൂടി പഠിക്കാൻ കഴിയും എന്നാണ്. പിന്നെ 5-മത്തെ ഒരു നിർദ്ദേശം വെച്ചിരുന്നത്, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നാൽ യുവതി യുവാക്കൾ കൂടുതൽ ആകൃഷ്ടരാകും എന്നുള്ള ഒരു നിർദ്ദേശവുമാണ് ഞാൻ അതിൽ വെച്ചിരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഒരു പോയിന്റുകളൊക്കെ പറയാൻ കഴിഞ്ഞത്. എന്നത് ഭയങ്കര ഒരു കൂട്ടായ്മയിൽ ആ ഒരു അവസരം എനിക്ക് തോന്നുന്നൊരു 5-മതായിട്ട് തന്നെ എന്നെ വിളിച്ചു. ആദ്യം ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു പറഞ്ഞ, കാരണം എന്നെ വിളിക്കുമോ, പേരുണ്ടോ ഇതൊന്നും എനിക്ക് അറിയില്ല. ഇതിനകത്ത് നമ്മളെ പേരുണ്ടോ, അത് സെലക്ട് ചെയ്ത 10, 12, 15 പേരെ മാത്രമേ, 250 പേരായിരുന്നു മൊത്തത്തിൽ ഇരുന്നത്, ഇത്രയും 7 മണ്ഡലങ്ങളിൽ നിന്നും. അതിൽ സെലക്ട് ചെയ്ത ഒരു 15 പേരിൽ ഒരു 5-മതിനായി വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത് ആരും പറഞ്ഞതുമില്ല. അങ്ങനെ നേരത്തെ ചോദിച്ചപ്പം എനിക്കൊന്ന് പറയാൻ അവസരം ഉണ്ടോയെന്ന് ആദ്യം ഇങ്ങനെ നോമിനേഷൻ വന്നപ്പോൾ ഉണ്ട്. പക്ഷെ പിന്നീട് ഇന്നലെയോ ഇന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇന്ന് കറക്റ്റ് അകത്ത് 5-മത് എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം അടുത്തിരിക്കുന്നതും അപ്പുറത്തെ എൻ്റെ സീറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് സാറാണ്. രാജേഷ് സാറിനോടും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാർ ഭയങ്കര അഭിനന്ദിച്ചു. അതുപോലെ എല്ലാവരെയും കാണണമെന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരും നിൽപ്പുണ്ട്. ഞാൻ പോയി എല്ലാ മന്ത്രിമാരെയും ഒന്ന് കണ്ട് സംസാരിക്കാം എന്ന് വെച്ചു. പറ്റുന്ന ആശങ്കകൾ എന്നാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ. ഈ ഇത്രയും പേരിൽ കൊല്ലം ജില്ലയിൽ പ്രമുഖരുടെ പട്ടികയിൽ എന്നെ അവർ ഉൾപ്പെടുത്തിയില്ലേ, അത് തന്നെ ഏറ്റവും വലുതാണ്. അതിൽ ഉൾപ്പെടുത്തി അവർക്ക് യുവാക്കൾക്ക് വേണ്ടി ഒരു അവസരം പറയാൻ, നേരിട്ട് അവസരം പറയാൻ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എല്ലാ കുട്ടികൾക്കും എന്നാൽ പറ്റുന്ന സപ്പോർട്ട് ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനൊരു നിയോഗം പോലെ ഇങ്ങനൊരു അവസരം എനിക്ക് തന്നത്. ഒത്തിരി സന്തോഷം. ഇനിയും ഇതുപോലുള്ളൊരു അവസരങ്ങൾ വരുമ്പം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞാൻ നിൽക്കും. ഏതൊക്കെ മന്ത്രിമാരെ പോയി കാണാൻ കഴിയുമോ അവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, കൊല്ലം ജില്ലയിൽ തന്നെ മന്ത്രിമാരുണ്ട്, അപ്പോൾ അവരുടെ നേരിട്ട് കൊണ്ടുപോയി പറയാം എന്നും കൂടെ വെച്ചിരിക്കുകയാണ്. ഈ പോലീസിൻ്റെ കേസും ഒക്കെ നേരിട്ട് പറയുമ്പോൾ ഒത്തിരി പേര് സന്തോഷത്തോടെ പ്രദീപ് മുഖത്തലെ അല്ലേ എന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചു. അടുത്തിരിക്കുന്നവരും എല്ലാവരും പിന്നെയും വന്ന് പരിചയപ്പെടുത്തു. ഒത്തിരി പേര് സെൽഫി എടുക്കാൻ വന്നു. അതൊക്കെ കാണുമ്പോൾ അമ്മക്ക് അങ്ങോട്ട് സെൽഫി എടുക്കേണ്ടത് ഇങ്ങോട്ട് വന്ന് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് സന്തോഷമുണ്ട്. ഓക്കെ, ഇതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും എൻ്റെ സപ്പോർട്ടുകളും, എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും, പ്രാർത്ഥനകളും, ആശംസകളും. നല്ല രീതിയിൽ പോയിരുന്ന് പഠിക്കുക, ഉയരങ്ങളിലെത്തട്ടെ. നമ്മുടെ അഭ്യർത്ഥനകളൊക്കെ മന്ത്രി പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി സാർ. നമ്മുടെ എൻട്രിയെ സംബന്ധിച്ച് എൻട്രിയിലെ വരുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെയും കൃത്യമായി പരിശീലനം കൊടുക്കുകയും പിന്നെ അവർക്ക് കിട്ടുന്ന അവരുടെ ജോലിയെ സംബന്ധിച്ച് അവരുടെ അംഗീകാരങ്ങളെ
കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ ഹോർഡിങ്സ് ആണെങ്കിലും ഇന്റർവ്യൂസിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വാർത്തകളിലൂടെ ആണെങ്കിലും അവരുടെ വിജയം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അവരെ അവിടെ അനുമോദിക്കുന്നതിനകത്ത് കാര്യത്തിൽ കുറച്ച് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ വേറൊരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ പ്രദീപ് സാറിലൂടെ എൻട്രിയുടെ മുഖമാണ് പ്രദീപ് മൂത്തല സാർ, ഞങ്ങളുടെ അക്കാഡമിക് ഹെഡാണ് പ്രദീപ് സാർ. അപ്പം ഇനി നമ്മുടെ പുതിയൊരു തലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ എൻട്രി ഇടപെടാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിലാണ് പ്രദീപ് സാർ തന്നെ മുൻകൈയെടുത്ത് ഇത്തരത്തിലുള്ളൊരു വളരെ മികച്ചൊരു തീരുമാനം 6 നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകളും തുടർന്ന് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഉദ്യോഗാർത്ഥികളുടെ കാര്യങ്ങളിൽ കൂടി കാര്യക്ഷമമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ് എൻട്രിയുടെ അധ്യാപകരും എൻട്രി ടീമും. അതുകൊണ്ട് നിങ്ങളിനി ഒരു കാരണവശാലും ഒന്നിനും പേടിക്കേണ്ട. എല്ലാ നിലയിലും പഠനത്തിനാണെങ്കിലും നിങ്ങളെ അനുമോദിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ആശങ്കകൾ മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ടീം എൻട്രി ഉണ്ടാകും. പ്രദീപ് സാറായിരുന്നു നമ്മളോടൊപ്പം ചേർന്നത്. കേരളത്തിലെ ഏറ്റവും മനസാക്ഷിയുള്ള ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സർവീസിലെത്തിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എൻട്രിയുടെ പ്രിയപ്പെട്ട അധ്യാപകൻ പ്രദീപ് സാർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇനിയും എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിന്റെ വേദിയിൽ നിന്നാണ്. ക്യാമറമാൻ കബീറിനോടൊപ്പം ശ്രീശാന്ത് മരാരി, എൻട്രി ആപ്പ്.